ഒരമ്മ പെറ്റതെല്ലാം ചാരക്കുണ്ടന്മാര്. അപ്പൊ നമ്മൾ ഇന്ന് ഈ കുമ്പളങ്ങൻ എന്നെ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഒരു പുളിശ്ശേരി ആക്കാൻ പോവാ. അടച്ചു കൊടുത്തിട്ട് അത് വേകട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാവോ? ഇതേ ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ ഒരമ്മ പെറ്റതെല്ലാം ചാരക്കുണ്ടന്മാര്. കണ്ടോ, ഇത് ചാരമുള്ളത് കുമ്പളങ്ങ. ഉത്തരം കുമ്പളങ്ങ. അപ്പൊ നമ്മൾ ഇന്ന് ഈ കുമ്പളങ്ങൻ എന്നെ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഒരു പുളിശ്ശേരി ആക്കാൻ പോവാ. പുളിശ്ശേരി ഉണ്ടാക്കാം. നമുക്ക് മോരൊഴിച്ച് പുളിശ്ശേരി എങ്ങനെയാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ കുമ്പളങ്ങേനെ നമുക്ക് കണ്ടിക്കാം. ഇതിന് പാത്രത്തിൽ കൊണ്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇവിടെ അരിഞ്ഞ് വറക്കി എല്ലാം റെഡിയാക്കി കുക്കറിലിട്ടു. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുമ്പളങ്ങ നല്ലപോലെ കഴുകിയല്ലേ, പിന്നെ അരിഞ്ഞിട്ട് വൃത്തിയായി കഴുകി എടുക്കുന്നതല്ലേ. പിന്നെ ഇച്ചിരി 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു, കരിയാപ്പില ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു. ഇനി നമ്മൾ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളെ കുമ്പളങ്ങേനെ വേവിക്കാൻ വെക്കുവാണ്. വെന്ത് വന്നിട്ട് നമുക്ക് അരച്ച് ചേർക്കാം. കുക്കർ അടച്ചു കൊടുത്തിട്ട് അത് വേകട്ടെ. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞ് അരച്ചിടാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ടു, കുറച്ച് കാന്താരി, ഒരു 5 കാന്താരി ഇട്ടു. പച്ചക്കാന്താരി, ഫ്രഷ് കാന്താരി. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, നല്ല ജീരകം ഇട്ടു. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടു, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട് കുമ്പളങ്ങ പുളിശ്ശേരി. ഇനി നമ്മൾ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പറ്റില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ അരപ്പൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് മോരൊഴിക്കാം. അപ്പോൾ നമ്മൾ കറി തിളച്ചു. ഇനി നമ്മൾ തീ സിമ്മിലിട്ടിട്ട് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കുക. അതിലൊഴിച്ച് കൊടുക്കുക. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മോരൊഴിച്ച കുമ്പളങ്ങക്കറി, അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി എന്ന് പറയുന്ന കറി. നമ്മൾ മോരൊഴിച്ച് കൊടുത്തു. ഇനി ഇതിനെ തിളയ്ക്കാൻ വിടണ്ട, ആ ചൂടിൽ തന്നെ കിടന്ന് ഇതായാൽ മതി. അപ്പം മോരൊഴിച്ച് കൊടുത്തു, നമ്മൾ സ്റ്റൗ ഓഫാക്കി. ഇനി നമുക്ക് കറിക്ക് താളിച്ചൊഴിക്കാം. അതാണ് അടുത്ത പരിപാടി. കടുകിട്ട് കൊടുത്തു. നമ്മളങ്ങനെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കടുകിട്ട്, ഉലുവ ഇട്ടു, ഉള്ളി ഇട്ടു മൂപ്പിച്ച് നമുക്ക് കുമ്പളങ്ങ മോരുകറിയിലേക്ക് ഒഴിക്കാം. മോരുകറിയിലേക്ക് കടുക് താളിച്ചൊഴിച്ചു. ഇനി നമുക്ക് ഇച്ചിരി നേരം മൂടി വെക്കാം. അതിൻ്റെ മണവും ഗുണവും ഇച്ചിരി നേരം മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.